എൻ്റെ പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ വീട്ടിൽ 2 തക്കാളി ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണ്. എല്ലാത്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കറി. ചോറിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയ തക്കാളി കുറുമ. ഈ തക്കാളി കുറുമ തയ്യാറാക്കാൻ 5 തക്കാളി എടുത്തിട്ടുണ്ട്. 3 തക്കാളി ഇതുപോലെ കഷ്ണങ്ങളായി മുറിച്ചെടുക്കണം. 2 സവാള നേരിയതായിട്ട് മുറിച്ചെടുക്കണം. 3 തക്കാളി ഇതുപോലെ മുറിച്ചെടുത്ത് 2 തക്കാളി മിക്സി ജാറിലേക്ക് ഇതുപോലെ മുറിച്ചിട്ട് നൈസായിട്ട് അരച്ചെടുക്കണം. 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, ഒരു വഴനയില, 1 കഷ്ണം ഇഞ്ചി, 7 വെളുത്തുള്ളി, 2-3 പച്ചമുളകും എടുത്തിട്ടുണ്ട്. ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചെടുക്കണം. ഇനി ഒരു കുക്കർ അടുപ്പിൽ വെച്ച് കുക്കറൊന്ന് ചൂടാവുന്ന സമയത്ത് ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്ത് എണ്ണ ചൂടാകുമ്പം ബേ ലീഫും പെരിഞ്ജീരകവും ചേർത്ത് കൊടുത്ത് പെരിഞ്ജീരകം ഒന്ന് പൊട്ടുന്ന സമയത്ത് ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും പച്ചമുളകും ചേർത്ത് പച്ചമുളകിൻ്റെയും വെളുത്തുള്ളിൻ്റെയും പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് സവാള നേരിയതായി മുറിച്ചത്, അതും കൂടെ ചേർത്ത് 1 സെക്കൻഡ് ഇളക്കി കൊടുക്കണം. 1 സെക്കൻഡ് ഇളക്കി കൊടുത്ത ശേഷം ഇതിലേക്ക് മുറിച്ച് വെച്ച തക്കാളി ചേർത്ത് കൊടുത്ത് തക്കാളി ചേർത്ത് 1 സെക്കൻഡ് ഇളക്കി കൊടുത്ത ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുത്ത് സിമ്മിൽ വെച്ച് അടച്ച് വെച്ച് വിസിൽ വിട്ട് കൊടുക്കണം. 2 മിനിറ്റ് വേവിച്ചെടുക്കാം. സിമ്മിൽ വെച്ചിട്ട് വേവിച്ചെടുക്കണം. സിമ്മിൽ വെച്ചിട്ട് 2 മിനിറ്റ് വേവിച്ചാൽ പാകത്തിന് വെന്ത് കിട്ടും. പാകത്തിന് സവാളയും തക്കാളിയെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി പൊടികൾ ചേർത്ത് കൊടുക്കണം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 3/4 ടീസ്പൂൺ പിരിയമുളക് പൊടിയും 3/4 ടീസ്പൂൺ മല്ലിപ്പൊടിയും. ഇനി ഗരം മസാലപ്പൊടി 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കണം. വീട്ടിൽ തന്നെ പൊടിച്ചു വെച്ച ഗരം മസാലപ്പൊടിയാണ്, നല്ല സ്മെല്ലാണ്. ഇതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. പൊടികൾ ഇളക്കി കൊടുത്ത് പച്ചമണം മാറുന്നവരെ ഇളക്കി കൊടുക്കണം. ഇനി ഈ സമയത്ത് തന്നെ ഇതിലേക്ക് തക്കാളി അരച്ചതും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കുക. മുളക് പൊടി ചേർക്കുന്ന സമയത്ത് പച്ചമുളകിൻ്റെ എരിവ് നോക്കി ചേർത്ത് കൊടുക്കണം. പച്ചമുളകിന് കൂടുതൽ എരിവുണ്ടെങ്കിൽ മുളക് പൊടി കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇനി തക്കാളിയും ചേർത്ത് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി വെള്ളം ഒഴിച്ചു കൊടുക്കണം. വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇതുപോലെ തിളച്ച് വരുന്ന സമയത്ത് ഒന്ന് അടച്ച് വെച്ച് ഒന്ന് വിസിൽ വരുമ്പോൾ ഓഫ് ചെയ്താൽ മതി. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ തേങ്ങ, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, 1 ടേബിൾ സ്പൂൺ പൊട്ടുകടല മിക്സിയിൽ നൈസായിട്ട് അരച്ചെടുക്കണം. കറി ഒരു വിസിൽ വന്ന് തുറന്നു അതിലേക്ക് അരച്ച് വെച്ച മിക്സി ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് ഇനി ഇതൊന്ന് തിളച്ച് വരണം. ഇതിലേക്ക് ഉപ്പൊക്കെ നോക്കാം. ഇതൊന്ന് തിളച്ച് വരുമ്പോൾ കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും ചേർത്ത് കൊടുത്ത് ഒരു ബൗളിലേക്ക് മാറ്റാം. ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ കറിയാണ് തക്കാളി കുറുമ. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.